ഗോകുലം ഗോപാലിനെ ഇഡി ചോദ്യം ചെയ്തതിന് പിന്നാലെ ഗോകുലത്തിന്റെ ഓഫീസിൽ നിന്നും പണവും രേഖകളും പിടിച്ചെടുത്തെന്ന് ഇഡി 3 കോടിയോളം രൂപയാണ് പിടിച്ചെടുത്തതെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വെളിപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, എന്തെല്ലാം രേഖകളാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്തിരിക്കുന്നത്? ഏത് രീതിയിലാണ് ഇപ്പോഴും പരിശോധന തുടരുന്നത്? സ്വാതി, ഗോകുലത്തിന്റെ വിവിധ ഓഫീസുകളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന കഴിഞ്ഞ 2 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും പണവും പിടിച്ചെടുത്തിട്ടുണ്ട്. 3 കോടിയോളം രൂപ പിടിച്ചെടുത്തു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു തുകയല്ല, എങ്കിൽ തന്നെ അത്രയധികം തുക പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. മാത്രമല്ല, നിരവധി രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഗോകുലം ഗോപാലന്റെ വിവിധ ഓഫീസുകളിൽ ഇന്നലെയെല്ലാം അദ്ദേഹത്തിന്റെ ഹെഡ് ഓഫീസുകളിലാണ് പരിശോധന ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് ബ്രാഞ്ച് ഓഫീസുകളിലേക്ക് കൂടി വ്യാപിപ്പിച്ചിട്ടുണ്ട് ഇഡി. സഹിൻ, അതിനൊപ്പം ഗോകുലം ഗോപാലിനെയും മകനെയും അടക്കം ചോദ്യം ചെയ്യുന്ന അത്തരം നടപടികളും ഇഡിയുടെ ഭാഗത്തു നിന്നും മുന്നോട്ട് പോകുന്നുണ്ടല്ലോ, അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ. ഗോകുലം ഗോപാലിനെയും ഒപ്പം തന്നെ മകനെയും അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരുന്നു. ഇന്നലെയും ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. അത് ഇന്നും തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, അവിടുത്തെ കൂടുതൽ ജീവനക്കാരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ജീവനക്കാരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഫെമ അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. 6 മാസമായി ഗോകുലത്തിന്റെ ഓഫീസുകൾ തങ്ങളുടെ നിരീക്ഷണത്തിലാണ് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞു വയ്ക്കുന്നത്. ശരി സഹീൻ, ഗോകുലം ഗോപാലിന്റെ ഓഫീസിൽ നിന്ന് പണവും രേഖകളും പിടിച്ചെടുത്തു എന്ന് ഇഡി. 3 കോടിയോളം രൂപയാണ് പിടിച്ചെടുത്തത്. ഇന്നും ഓഫീസിലും വീട്ടിലും ഒക്കെ പരിശോധനകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.